കണ്ണൂരുകാർക്ക് പൊതുവെ രാഷ്ട്രീയത്തിലാണ് താല്പര്യം. അവരുടെ സ്ഥലം പോലും നന്നാക്കാൻ അവർക്ക് താല്പര്യമില്ല. കണ്ണൂരുകാരെന്ന് പറയുമ്പോൾ മലബാറുകാർക്ക് പൊതുവെ അവരുടെ ഈ ഐഡിയോളജീസിലുമൊക്കെയാണ് കൂടുതൽ. അവിടെയാണ് ആ കൊച്ചിക്കാരുടെ വ്യത്യാസം വരുന്നത്. ഐഡിയോളജി ഉണ്ടെങ്കിൽ കൂടി അവരുടെ സ്ഥലം ഇതിൽ കൊച്ചി എടുക്കുമ്പോൾ തൃശ്ശൂരുകാരെ പോലും കൊച്ചിക്കാർ നന്നാകാൻ സമ്മതിച്ചിട്ടില്ല. ആ കൊച്ചി പ്രദേശം മാത്രം ഡെവലപ്പ് ചെയ്യുക. എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് വേറെ എവിടെയെങ്കിലും വന്നാൽ അത് മുഴുവൻ കൊച്ചിയിൽ കൊണ്ട് പിടിച്ചു എല്ലാം ഇങ്ങനെ പോരട്ടെ എന്ന് അതിന് കൂട്ടു നിൽക്കാൻ അവിടുത്തുകാർ തന്നെ ഉണ്ട്. തിരുവനന്തപുരത്തുകാരുണ്ട്, തൃശ്ശൂർക്കാരുമുണ്ട്, കണ്ണൂരുകാരുമുണ്ട്. അതിന് കൂട്ടു നിൽക്കാനാണ്. ഞാൻ കോഴിക്കോടുണ്ടായിരുന്നു കുറച്ചാണ്. കാസർഗോഡായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. മനോഹരമായ സ്ഥലമാണ്, നല്ല ആൾക്കാരാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ റോഡായാലും ബാക്കി എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഡെവലപ്പ് ചെയ്യാൻ ആരും ഒരു എഫർട്ട് എടുക്കുന്നില്ല. പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു വൈകാരികതയിലൊക്കെയാണ് അവരുടെ ജീവിതം. എക്സാക്ട്ലി. പക്ഷെ അത് അങ്ങനെ പോകുമ്പോൾ ഇപ്പുറത്ത് കൊച്ചി പോലെയുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് അതും കൂടെ എടുത്തുകൊണ്ട് വളരുകയാണ് എന്നാണ് താങ്കൾ പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഈ കേരളയുടെ മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ്റെ മണ്ഡലമായിരുന്നു, ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീറിൻ്റെ മണ്ഡലമാണ് ഈ സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു കൗതുകം. അതെ. പക്ഷേ ഡെവലപ്മെൻറ്റ് മുഴുവൻ വരുന്ന കൊച്ചിയിൽ. തിരുവനന്തപുരമായാലും കാലിക്കട്ടായാലും കണ്ണൂരായാലും അവിടെ വരേണ്ട എല്ലാം ബ്ലാക്ക് ഹോൾ പോലെ കൊച്ചിയിലോട്ട് പിടിച്ച് ഇടുക എന്നുള്ളതാണ്.